ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, ഈ സമയത്ത് കുടിക്കാൻ പറ്റിയ ഡ്രിങ്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ആ രണ്ട് രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് ഐസ്ക്രീം വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 സ്കൂപ്പ് ഐസ്ക്രീമാണ്. പിന്നെ നമുക്കതിലേക്ക് സിറപ്പ് വേണം. ഏത് സിറപ്പായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സിറപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹെർഷീസിൻ്റെ സ്ട്രോബെറിൻ്റെ സിറപ്പാണ്. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് വേണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. സോഡയും കൂടെ വേണം. ഇനി നമുക്ക് ഐസ്ക്രീം ഒന്ന് കട്ടില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് ആദ്യം കുറച്ച് നേരം മുന്നേ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് ഈ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഐസ്ക്രീമിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ലെയറായിട്ടാണ് കിടക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ പതഞ്ഞ് പൊന്തി വരും. ഇനി നമുക്ക് അതിനകത്തേക്ക് ലാസ്റ്റ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 2 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാൻ അതിന് കുറച്ച് സ്ട്രോബെറി സിറപ്പും സ്പ്രിങ്കിൾസും ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി മധുരം പോരെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ സ്ട്രോബെറി സിറപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുടിച്ചാൽ മാത്രം മതി. നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റേ ഗ്ലാസ്സിലും ചെയ്യുന്നുണ്ട്. സോഡ ഒഴിച്ചതിന് ശേഷമാണ് ഈ ലെയറുകളൊക്കെ ഒന്ന് മിക്സ് ആവുക. ഇത് റെഡിയായി. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഒരു റെസിപ്പി. ഇനി അടുത്തത് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിനകത്തേക്ക് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പാൽ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഐസ്ക്രീമും ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ റെസിപ്പി വലിയ വ്യത്യാസമൊന്നുമില്ല. പാലും ഐസ് ക്യൂബ്സും ആണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഗാർണിഷിന് വേണ്ടി നമുക്ക് സ്ട്രോബെറി സിറപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പ്രിങ്കിൾസും ഇട്ട് കൊടുക്കാം. ഇത് അടുത്തത് റെഡിയായി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഇത്രയുള്ള ഡ്രിങ്ക്. സോഡയുടെ തരിപ്പും ഐസ്ക്രീമിൻ്റെ ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.